ആനുകൂല്യ നിഷേധത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിന് തയ്യാറാകണമെന്ന് KPCC സെക്രട്ടറി KP നൌഷാദ് അലി. NGO അസോസിയേഷൻ പൊന്നാനിയിൽ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷനും യാത്രയപ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 9 വർഷമായി പിണറായി സർക്കാരിന്റെ പീഡനങ്ങളും ആനുകൂല്യ നിഷേധങ്ങളും അനുഭവിക്കുന്ന സർക്കാർ ജീവനക്കാർ സന്ധിയില്ലാ സമരത്തിന് തയ്യാറാകണമെന്ന് KPCC സെക്രട്ടറി KP നൌഷാദ് അലി ആവശ്യപ്പെട്ടു. NGO അസോസിയേഷൻ പൊന്നാനി ബ്രാഞ്ച് സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷനും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് തെരഞ്ഞെടുപ്പുകളുടെ സമയമാണെന്നും ഒരു ഭരണമാറ്റം സംസ്ഥാനത്ത് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് C വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP ജാഫർ വിരമിച്ച അംഗങ്ങൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട്, സംസ്ഥാന കമ്മിറ്റി അംഗം AK പ്രവീൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് VS പ്രമോദ്, KSSPA ഭാരവാഹി TK സുകേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിരമിച്ച ജീവനക്കാരായ ഉണ്ണികൃഷ്ണൻ, കുട്ടികൃഷ്ണൻ, മോഹനൻ, റംല എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് MT വേണു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി CV സാബിക്ക് സ്വാഗതവും ട്രഷറർ പ്രമോദ് നന്ദിയും പറഞ്ഞു. നിങ്ങൾ ദീർഘകാലമായിട്ട് വലിയ സമരങ്ങളിലൂടെ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളെയും റദ്ദ് ചെയ്തുകൊണ്ടാണ് ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാർ ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അസോസിയേഷന് വളരാനൊക്കെയുള്ള അനുകൂലമായ അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ അധികാരത്തിന്റെ ഒരു പേശീബലം കാണിച്ചുകൊണ്ട് അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കൂടെ നിർത്തിയാണ് NGO യൂണിയൻ മുന്നോട്ട് പോകുന്നത്. അതിപ്പോ ഈ പൊന്നാനിയുടെ രാഷ്ട്രീയമായിട്ട് സാമ്യതയുള്ള ഒന്നാണ്. കാരണം പൊന്നാനി ഈ മുനിസിപ്പൽ പരിധിയിലുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ സമ്പൂർണമായിട്ട് നിരാശരാണ്, ഹതാശരാണ് എന്നൊക്കെ പറയാം. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെങ്കിലും ഞങ്ങൾ തന്നെ ഇനി ഭരണത്തിൽ വരുള്ളൂ, UDF ഒന്നും വരാൻ സാധ്യതയില്ല, നിങ്ങൾ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാലും സഹായിച്ചാലും ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന മട്ടിലാണ് അവർ മുനിസിപ്പൽ പരിധിയിലും അവർ ഭീഷണി മുഴക്കുന്നത്. നിയമസഭയിലേക്കും അവരങ്ങനെ ഭീഷണി മുഴക്കുന്നത്. അങ്ങനെ മൊത്തത്തില് ഈ ഭരണത്തിന്റെ ഒരു മസിൽ പവറും ഞങ്ങൾ തന്നെ വീണ്ടും വരുമെന്ന ഹൂക്കും അഹങ്കാരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ജനാധിപത്യ ബോധത്തെയൊക്കെ പരിഹസിച്ചും അതിനെ വരുതിക്ക് നിർത്തിയൊക്കെ മുന്നോട്ട് പോകുന്ന ഈ ഏകാധിപതികളുടെ ഈ സംഘത്തെ നമുക്ക് സമ്പൂർണമായിട്ട് നമ്മുടെ ജനാധിപത്യ പരിസരത്ത് നിന്ന് തുടച്ചു മാറ്റേണ്ടതുണ്ട്. അവർക്ക് കനത്ത തിരിച്ചടി ഏൽപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. നമ്മൾ തിരിച്ചു വരും, നമ്മൾ അധികാരത്തിലേക്കും നമ്മൾ വിജയത്തിലേക്കും ഒക്കെ വീണ്ടും കടന്നു വരുമെന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുകയും അത്തരത്തിൽ അതിനൊരു മുന്നേറ്റമാക്കുകയും ഒക്കെ ചെയ്യേണ്ട വലിയ രാഷ്ട്രീയ ബാധ്യതയുടെ മുമ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകരും തൊട്ട് നിങ്ങളെ ഈ സർവീസ് സംഘടനാ രംഗത്തുള്ള അധ്യാപക, അനധ്യാപക, ജീവനക്കാരടക്കമുള്ള മുഴുവൻ ആളുകളും അത്തരമൊരു ദൗത്യത്തിന്റെ മുമ്പിലാണുള്ളത്. ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്, അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.